ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്ക്യൂനസ് ആൻഡ് കുർട്ടോസിസ് എന്നുള്ള ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻസ് വേണമെന്നുള്ളത്. സോ അതുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ബൗളീസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ തന്നിരിക്കുന്നത്? ആദ്യം സം ഓഫ് അപ്പർ ആൻഡ് ലോവർ ക്വാർട്ടൈൽസ് എന്ന് പറയുന്നത് 100 ആണ് എന്ന് തന്നിട്ടുണ്ട്. അതായത് ഇവിടെ ഫസ്റ്റ് തന്നിരിക്കുന്നത് എന്താണ്? Q3 പ്ലസ് Q1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 100 ആണ് എന്ന് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് മീഡിയൻ 48 ആണെന്ന് തന്നിട്ടുണ്ട്. സോ മീഡിയൻ ഇസ് ഈക്വൽ ടു മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 48 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ ബൗളീസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനസ് 0.2 ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് SB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0.2 ആണ്. കാണാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് അപ്പർ ആൻഡ് ലോവർ ക്വാർട്ടൈൽസ് എന്താണ് എന്നുള്ളതാണ്. അതായത് Q1ന്റെ വാല്യൂ എന്താണ്, Q3യുടെ വാല്യൂ എന്താണ് എന്നുള്ളതാണ് എന്താ ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക? ആദ്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് എന്താ? ബൗളീസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനസിന്റെ ഇക്വേഷൻ എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം. ആദ്യത്തെ പോയിന്റ്. അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ SB ഇസ് ഈക്വൽ ടു Q3 പ്ലസ് Q1 മൈനസ് 2 മീഡിയൻ ഡിവൈഡഡ് ബൈ Q3 മൈനസ് Q1. ഇതാണ് എന്താ ബൗളീസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. SB എന്ന് പറഞ്ഞാൽ എന്താണ്? 0.2 ആണ്. Q3 പ്ലസ് Q1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 ആണ് തന്നിട്ടുണ്ട്. മീഡിയൻ 48 ആണ്. സോ 100 മൈനസ് 2 ഇൻറ്റു 48 ഡിവൈഡഡ് ബൈ Q3 മൈനസ് Q1. ഇതെന്താണ് നമുക്കറിയില്ല. സം അറിയാം, പക്ഷെ എന്താണ് ഡിഫറൻസ് നമുക്കറിയില്ല. അപ്പോൾ അത് അവിടെ തന്നെ വെക്കാം. ഇനി ഞാൻ ഈ രണ്ടാൾക്കാരുടെ സ്ഥലം ഒന്ന് മാറ്റാൻ വേണ്ടി പോവാണ്. Q3 മൈനസ് Q1നെ മുകളിലേക്ക് കൊണ്ടുവരാണ്, 0.2നെ നേരെ താഴേക്ക് കൊണ്ടുവരാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? Q3 മൈനസ് Q1 ഇസ് ഈക്വൽ ടു 100 മൈനസ് 48 ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്? 96 എന്നാണ് കിട്ടുന്നുണ്ടായിരിക്കുക, ഡിവൈഡഡ് ബൈ 0.2. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? 4 ഡിവൈഡഡ് ബൈ 0.2. ആൻസർ വരുന്നത് 20 എന്നാണ് വരുന്നത്. സോ നമുക്ക് ഇവിടെ ലിറ്ററലി പറയുകയാണെങ്കിൽ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? Q3 പ്ലസ് Q1 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 100 ആണ്. അത് ആദ്യത്തെ ഒരു ഇക്വേഷൻ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. രണ്ടാമത്തേത് ഇതാണ് Q3 മൈനസ് Q1 എന്ന് പറഞ്ഞാൽ എന്താണ്? Q3 മൈനസ് Q1 ഇസ് ഈക്വൽ ടു 20 ആണ് എന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നെങ്കിൽ ഈ ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ചെയ്യാം, അല്ലെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ആഡ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? Q3 പ്ലസ് Q3 എന്താണ്? 2Q3 എന്ന് കിട്ടും. ഇവിടെ എന്താണ്? Q1 മൈനസ് Q1 അത് പോയി. ഇനി എന്താ? 100 പ്ലസ് 20 ദാറ്റ് ഇസ് ഈക്വൽ ടു 120 എന്നാണ് കിട്ടുന്നുണ്ടായിരിക്കുക. ഇനി Q3 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 2നെ നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. എന്ത് വരും? 120 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 60 എന്ന് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. അപ്പോൾ Q3 എന്ന് പറഞ്ഞാൽ എന്താണ്? 60 ആണെന്ന് കിട്ടി. അപ്പർ ക്വാർട്ടൈൽ ഒരാളെ കിട്ടിയിട്ടുണ്ട്. ലോവർ ക്വാർട്ടൈൽ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക. ഈ രണ്ടെണ്ണത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കാം. എന്നിട്ട് അതിൽ 60 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഇക്വേഷൻ ആണ് എടുക്കുന്നത്. അതിൽ Q3 പ്ലസ് Q1 എന്ന് പറഞ്ഞാൽ എന്താണ്? 100 ആണ്. Q3 എന്ന് പറഞ്ഞാൽ എന്താണ്? 60 ആണ്. Q1 നമുക്ക് അറിയില്ല. അപ്പോൾ അവിടെ Q1 തന്നെ കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 100. ഇനി ഞാൻ ഈ 60നെ പിടിച്ച് നേരെ അപ്പർ സൈഡിലേക്ക് കൊണ്ടുവരാണ്. എന്ത് വരും? Q1 ഇസ് ഈക്വൽ ടു 100 മൈനസ് 60 എന്ന് കിട്ടും. ആൻസർ എന്താണ്? 40 എന്ന് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. സോ ദെർഫോർ നമ്മുടെ ലോവർ ക്വാർട്ടൈൽ Q1 എന്ന് പറഞ്ഞാൽ 40 ആണ്, അപ്പർ ക്വാർട്ടൈൽ Q3 എന്ന് പറഞ്ഞാൽ 60 ആണ്. സോ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഈസി ആയിട്ട് തന്നെ കിട്ടും. എന്താ അറിഞ്ഞിരിക്കേണ്ടത്? ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ പ്ലസ് 1 നമുക്ക് ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. പ്ലസ് 2 പ്ലസ് 1 അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ ഈ ഇക്വേഷൻസ് ഒക്കെ സെറ്റ് ആക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയറിലേക്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇപ്പം തന്നെ ഇക്വേഷൻസ് ഒക്കെ പഠിക്കുക, സെറ്റ് ആക്കുക, എക്സാം അടിപൊളിയാക്കുക. ഓൾ ദി ബെസ്റ്റ്.